നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഭാര്യയുടെ വിവാഹേതര ബന്ധത്തിലുണ്ടായ കുട്ടിയുടെ നിയമപരമായ പിതാവ് ഭർത്താവായിരിക്കുമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഒരു കുട്ടിയുടെ പിതൃത്വം നിയമസാധുതയും തമ്മിലുള്ള വിഷയത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നത്. വിവാഹബന്ധം നിലനിൽക്കുകയും പങ്കാളികൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടിയുടെ ജീവശാസ്ത്രപരമായ രക്ഷിതാവല്ലെങ്കിൽ കൂടിയും ഭർത്താവ് നിയമപരമായ പിതാവായി തുടരണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കൊച്ചി സ്വദേശികൾ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. UK, US, മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ കുടുംബ നിയമത്തിലെ വ്യവസ്ഥകൾ പരിശോധിച്ചാണ് ഉത്തരവിട്ടത്. ഇന്ത്യൻ എവിഡൻസ് നിയമത്തിൽ 112 സെക്ഷൻ പ്രകാരം ഭാര്യയുമൊത്തുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിൽ അവർ പ്രസവിക്കുന്ന കുട്ടിയുടെ പിതാവ് ഭർത്താവായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിധി പുറപ്പെടുവിക്കവേ ജസ്റ്റിസ് കാന്ത് അറിയിച്ചു. നിയമസാധുതയുടെ നിർണായകമായ തെളിവ് പിതൃത്വത്തിന് തുല്യമാണെന്ന് ഈ വകുപ്പ് വ്യക്തമാക്കുന്നതായും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഒരു കുട്ടിയുടെ രക്ഷാകർതൃത്വത്തെക്കുറിച്ചും അനാവശ്യമായ അന്വേഷണം തടയുക എന്നതാണ് ഈ തത്വത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാര്യയുടെ അടുത്തേക്ക് പ്രവേശനമില്ലായ്മ തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് നിലനിൽക്കുന്നുള്ളെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന സമയത്ത് ഭാര്യയുടെ അടുത്ത് പോകാൻ തനിക്ക് അനുവാദമില്ലായിരുന്നുവെന്ന് തെളിയിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഭർത്താവിന് കുട്ടിയുടെ നിയമസാധുത ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. പ്രവേശനമില്ലായ്മ എന്നാൽ പങ്കാളിക്ക് പരസ്പരം ദാമ്പത്യബന്ധം പുലർത്താനുള്ള കഴിവില്ലായ്മ എന്നത് മാത്രമല്ല, മറിച്ച് സാധ്യതയില്ല എന്നുള്ളത് കൂടിയാണ്. എന്നാൽ കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച് നിയമസാധ്യത തേടണമെങ്കിൽ അവർ ഗർഭം ധരിക്കുന്ന സമയത്ത് ഭാര്യയുടെ അടുത്ത് പോകാൻ അനുവാദമില്ലായിരുന്നുവെന്ന് തെളിവുകൾ ഉപയോഗിച്ച് തെളിയിക്കണമെന്നും കോടതി പറഞ്ഞു. വിവാഹിതരായിക്കെ തന്നെ ഭർത്താവല്ലാത്ത ഒരാളിൽ നിന്ന് താൻ ഗർഭം ധരിച്ചതായി ഹർജിക്കാരിലൊരാളായ സ്ത്രീ കോടതിയെ അറിയിച്ചിരുന്നു. 1991 ഇവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. 2001 അവർക്ക് ഒരു ആൺകുട്ടിയും ജനിച്ചു. ഈ ആൺകുട്ടിയുടെ അച്ഛൻ ഭർത്താവല്ലെന്നും മറ്റൊരാളാണെന്നും അവർ പറഞ്ഞു. എന്നാൽ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ജനന രജിസ്റ്ററിൽ ഭർത്താവിന്റെ പേരാണ് ആൺകുട്ടിയുടെ അച്ഛന്റെ സ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുശേഷം അവർ വിവാഹമോചനം നേടുകയും കുട്ടിയുടെ പിതാവിന്റെ പേര് ജന്മം നൽകിയ അച്ഛൻ്റെതാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ ഈ ആവശ്യം മുനിസിപ്പാലിറ്റി നിരാകരിക്കുകയും കോടതി ഉത്തരവിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് അവർ കോടതിയെ സമീപിക്കുന്നത്. കുട്ടിയുടെ അച്ഛൻ തന്റെ ഭർത്താവല്ലെന്നും അവർ കോടതിയിൽ അവകാശപ്പെട്ടു. എന്നാൽ ഇത് കുട്ടിയുടെ അച്ഛനാണെന്ന് യുവതി അവകാശപ്പെട്ടയാൾ നിഷേധിക്കുകയും സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇയാളിൽ നിന്ന് സ്ത്രീ തനിക്കും കുട്ടിക്ക് ജീവനാംശം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഹർജി സമർപ്പിച്ച കോടതി ഇയാളുടെ DNA ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെട്ടു. ഇതിനെതിരെയാണ് ഇയാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. DNA ടെസ്റ്റ് നടത്താൻ പുരുഷനെ നിർബന്ധിക്കാൻ കഴിയില്ലെന്ന് കുട്ടിയുടെ അച്ഛനാണെന്ന് യുവതി അവകാശപ്പെട്ടയാൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ റോമി ചാക്കോ വാദിച്ചു.